ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ അടിപൊളി പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. 2026 സെക്കൻഡ് ഹോളിഡേ ട്രിപ്പായിട്ടാട്ടോ ഇന്നത്തെ വ്ലോഗ്. ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്ര സ്പെയിനിൻ്റെ ബ്യൂട്ടിഫുൾ ഐലൻഡുകളിലൊന്നായ കനറി ഐലൻഡിലെ ടെനറിഫിലോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതൊരു കപ്പിൾ ട്രിപ്പ് ആയിരുന്നില്ല, ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ്. ഞങ്ങൾ 2 ഫാമിലി വിത്ത് കിഡ്സ്. അടിപൊളിയായിരുന്നു. രാവിലെ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും ലാൻഡ് ചെയ്തു. ടെനറിഫിലെ ഭൂപ്രകൃതി അഗ്നിപർവ്വതങ്ങളാൽ രൂപീകൃതമായതാണ്. അത് നമുക്കിവിടുത്തെ ഓരോ മണൽത്തരിയിലും ഓരോ പുൽനാമ്പിലും ഓരോ ചെടികളിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വോൾക്കാനോ അറിയപ്പെടുന്നത് മൗണ്ട് ടൈഡ് എന്നാണ്. ഇത് വേൾഡ് 3rd ബിഗ്ഗസ്റ്റ് വോൾക്കാനോ ആണ്. ഇത് ആക്റ്റീവാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അധിക ചൂടുമില്ല എന്നാൽ അധിക തണുപ്പുമില്ല. എക്സ്പ്ലോർ ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ സൂപ്പർ കംഫർട്ടബിൾ വെതറായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഫ്ലൈറ്റ് എയർലി ആയതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ സമയത്തിന് മുന്നേ തന്നെ നമ്മൾ അവിടെ എത്തിയിരുന്നു. പക്ഷേ നമുക്ക് റിസപ്ഷനിൽ നമ്മുടെ ലഗേജൊക്കെ സൂക്ഷിക്കാനൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അതൊക്കെ വെച്ച് പതുക്കെ നമ്മൾ നമ്മുടെ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ബീച്ച് സൈഡ് വാക്കിംഗ് ആയിരുന്നു. ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. കൈ കിട്ടിയതൊക്കെ ചറപറാന്ന് ഓർഡർ ചെയ്തു. എന്താ കഴിക്കുന്നതെന്ന് എനിക്കും അറിയില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും അറിയില്ല. അതാണ് സത്യം. എന്തായാലും വിശപ്പാണല്ലോ മുഖ്യം. കിട്ടിയത് വാരി കഴിച്ചുകൊണ്ട് ഇറങ്ങി. പ്രത്യേകം എടുത്തു പറയണം, അടിപൊളി ഫുഡായിരുന്നു. വെറുതെ പറയുന്നതല്ല, നല്ല സൂപ്പർ ഫുഡായിരുന്നു. അടിപൊളി ഡ്രിങ്ക്സ് ആയിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും പാം ട്രീസും കാക്ടസുകളും ഒക്കെ ഇഷ്ടം പോലെ കാണാം. നമ്മുടെ നാട്ടിലെ ആ ഒരു ട്രോപ്പിക്കൽ വെതർ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. എവിടെ നോക്കുമ്പോഴും ദേ കണ്ടോ, ചെമ്പരത്തിപ്പൂവ്, കൊങ്ങിണിപ്പൂവ്, ബൊഗൈൻ വില്ലാസ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുറേ നാടൻ ചെടികളും നാടൻ പഴങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ചെന്ന ഒരു പ്രതീതി അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് MGM. നല്ല കിടിലൻ ഹോട്ടലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം അത് പറയാൻ വിട്ടുപോയതുകൊണ്ടാട്ടോ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത്. പിന്നെ നമ്മൾ താമസിച്ച ഈ ഹോട്ടൽ നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തത് ഞങ്ങൾ ഡയറക്റ്റാണ് ചെയ്തത്. അപ്പം അവിടെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളി, അല്ലെങ്കിൽ ഹാഫ് ബോർഡ് മീൽ, ഫുൾ ബോർഡ് മീൽ, അങ്ങനെ. ഞങ്ങൾ ഹാഫ് ബോർഡ് മീലാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പുറത്ത് പോകും, അവിടെ നിന്ന് എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഡിന്നർ തിരിച്ച് ഹോട്ടലിൽ കഴിക്കും. അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. കൊള്ളായിരുന്നു, നല്ല സെറ്റപ്പായിരുന്നു, അടിപൊളി ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, സ്പാ ഉണ്ടായിരുന്നു, ഗെയിംസിനായിട്ട് കുറേ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു കിഡ്സിന്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. ചെറിയൊരു കിച്ചണും അതുപോലെ തന്നെ നല്ലൊരു ലിവിങ് ഏരിയ, പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂം, ഒരു ചെറിയ ടോയ്ലറ്റ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല സൂപ്പർ ഒരു വലിയ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. അത് റോഡ് സൈഡ് വ്യൂ കൂടി ആയതുകൊണ്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഹോട്ടലിലെത്തി ഇവിടുത്തെ പൂള് കണ്ടപ്പോൾ തന്നെ പിള്ളേർ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പൂളിൽ ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ അവർ റൂമിലെത്തിയ ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി പൂളിൽ പോകാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വെയിലും ചൂടും കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം ഇറങ്ങാനായിട്ട്.
എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ആണ്ടെ ആര്യക്കുട്ടനെ നീന്തൽ പഠിപ്പിക്കുകയാണ്. അവന് എനിക്ക് പ്രോമിസ് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ തിരിച്ചു വന്നു അവന് സ്വിമ്മിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന്. മറ്റേ പുള്ളി തളർന്നിരിക്കാൻ തോന്നുന്നു. സ്വാതിയെ കാണാനേ ഇല്ല. ആദ്യമേ ചാടി ഇറങ്ങി വെള്ളം കുടിച്ച് ചത്തോന്നറിയില്ല, ഞാൻ പോയി നോക്കട്ടെ. അങ്ങനെ വിശാലമായ കുളിക്ക് ശേഷം ഞങ്ങൾ നേരെ ഇവിടെ അടുത്തുള്ള ഒരു അടിപൊളി സിറ്റിയായ ലോസ് ക്രിസ്ത്യാനോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ടാക്സി ആയിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തത്. പലരും പറഞ്ഞായിരുന്നു റെൻറ്റിന് കാർ എടുക്കുന്നതാണ്, പക്ഷേ ഇവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സിസ്റ്റം ഞങ്ങൾക്ക് അത്ര പോരായിരുന്നു. ലോസ് ക്രിസ്ത്യാനോ ഇത് ടെനറിഫിലെ ഒരു മെയിൻ സിറ്റിയാണ്. മനോഹരമായ കടൽത്തീര പ്രദേശമായ ലോസ് ക്രിസ്ത്യാനോ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ടെനറിഫ് ദ്വീപിലാണ്. ടെനറിഫ് കാനറീസ് ഐലൻഡ് എന്ന ദ്വീപ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ലോസ് ക്രിസ്ത്യാനോസ് ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായി തുടങ്ങിയതാണ്. എന്നാൽ ഇന്ന് ഇത് യൂറോപ്പിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥ വർഷം മുഴുവൻ ചൂടും സൗമ്യവുമാണ്. അതുകൊണ്ടാണ് യൂറോപ്പിൽ വിൻ്റർ സമയങ്ങളിലും ആളുകൾ ഇവിടെ എത്തുന്നത്. പലരും ലോസ് ക്രിസ്ത്യാനോസിനെ വിളിക്കുന്നത് വിൻ്റർ സൺ ഡെസ്റ്റിനേഷൻ എന്നാണ്. ഇവിടെ എത്തുന്നവർക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് ശാന്തമായ കടലും മനോഹരമായ മണൽത്തീരവുമാണ്. വൈകുന്നേരം ഒരു പ്രത്യേക മാജിക് അനുഭവമാണ്. കടൽക്കരയിലെ സന്ധ്യാസമയവും സീ ഫുഡ് ഡിന്നറിൻ്റെ സുഗന്ധം, പ്രകൃതിയുടെ സൗന്ദര്യം, ഒപ്പം ഷോപ്പിങ്ങും ഒരുമിച്ച് അനുഭവിക്കുന്ന ലോസ് ക്രിസ്ത്യാനോസിനെ ഈവനിങ് വൈബിനും നൈറ്റ് ലൈഫിനും അത്യന്തം മനോഹരമാക്കും. ഇവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഏരിയ തന്നെയുണ്ട്. അവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മൾ ഓരോ ഷോപ്പുകളുടെ മുമ്പിൽ എത്തുമ്പോഴും അതിൻ്റെ മെനു എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന് തൊട്ട് ബാക്കിലായിട്ട് അതിൻ്റെ ഷെഫും ഉണ്ടാവും. അവർ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇത് എന്തൊക്കെയാണെന്ന്. അങ്ങനെ അവിടുത്തെ ആ നൈറ്റ് വൈബ് തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് എത്തി. പിന്നെ അവിടെ എത്തിയ ആ നിമിഷം തന്നെ ബാറിലോട്ട് ഓടി അവിടെ ചെന്നിട്ട് ഒരു കിടുക്കാച്ചി കോക്ടെയിൽ മേടിച്ചങ്ങ് കുടിച്ചു. ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും
ഒരു ബൊഫേ സിസ്റ്റത്തിലായിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത്. വിവിധ ഭാഗങ്ങളിലെ വിവിധ രുചികൾക്കായി നിരവധി ഓപ്ഷൻസുകൾ ഉണ്ടായിരുന്നു. കനേറിയൻ, ഇറ്റാലിയൻ, മെക്സിക്കൻ, ഏഷ്യൻ, ഇൻ്റർനാഷണൽ വിഭവങ്ങൾ, വെജിറ്റേറിയൻ ഓപ്ഷനുകളും സ്വാദിഷ്ടമായ ഡെസേർട്ടുകളും നമുക്ക് അവിടുന്ന് ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സിയാം പാർക്കിലോട്ടാണ്. സിയാം പാർക്ക് ടെനറിഫിലെ ഏറ്റവും പ്രശസ്തമായ വാട്ടർ പാർക്കാണ്. ഒപ്പം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ തീം പാർക്കും കൂടിയാണ്. തായ്ലൻഡ് സ്റ്റൈലുള്ള ആർക്കിടെക്ചറും ട്രോപ്പിക്കൽ ഗാർഡൻസും എല്ലാം ചേർന്ന ഒരു മനോഹരമായ വാട്ടർ കിങ്ഡം, അതാണ് സയാം പാർക്ക് ടെനറിഫ്. ഈ കാണുന്നത് സയാം പാർക്ക് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. തായ്ലൻഡ് സ്റ്റൈൽ കൾച്ചർ വൈബ്സ് നമുക്കിവിടെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ പല പല സ്റ്റോളുകളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സുവനീർ ഷോപ്പുകൾ, ഹാൻഡ് ക്രാഫ്റ്റ്സ്, സ്വിം സ്ഫിയർ, ആക്സസറീസ്, സ്നാക്സ് എന്നിവ വാങ്ങാൻ പറ്റും. ഇവിടെ പാർക്കിനകത്തെ റൈഡുകളൊന്നും ഞങ്ങൾക്ക് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇത് വെള്ളത്തിലാണ്, അതുകൊണ്ട് ക്യാമറയായിട്ട് പോക്ക് അത്ര പാടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ മാറ്റി വെച്ച് ഞങ്ങൾ റൈഡുകൾ മാക്സിമം എൻജോയ് ചെയ്യുമായിരുന്നു. Bye-bye. പാർക്കിൽ ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ടവർ ഓഫ് പവർ. ഇത് ഏകദേശം 28 മീറ്റർ ഉയരമുള്ള ഒരു വാട്ടർ സ്ലൈഡാണ്. ഈ കാണുന്നത് സയാം പാർക്കിലെ ഏറ്റവും ഫേമസ് ആയ വേ പാലസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ വേവ് പൂളുകളിൽ ഒന്നാണിത്. ഇവിടുത്തെ തിരമാലകൾ 3 മീറ്റർ വരെ ഉയരത്തിലെത്തും. അതായത് ശരിക്കും ബീച്ച് എക്സ്പീരിയൻസ് പോലെ തന്നെ. ഇവിടെ വൈബ് വളരെ എനർജറ്റിക് ആണ്. ഈച്ച് വേവ് സെഷൻസ് ഏകദേശം 10 to 15 മിനിറ്റ്സ് വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് വാട്ടർ കാമാവും. പിന്നീട് വീണ്ടും അടുത്ത സെഷൻ വരും. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് വളരെ സേഫ്റ്റി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പൂളും കൂടിയാണിത്. സയാം പാർക്കിലെ ഒരു മസ്റ്റ് വിസിറ്റ് ഏരിയ ആണ് വേ പാലസ്. ആരും ഇത് മിസ്സാക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വേവ് പാലസിനോട് ചേർന്ന് തന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ലഞ്ച് അന്ന് അവിടെ നിന്നായിരുന്നു. അതായത് വേവ് പാലസിന് നേരെ നോക്കിയിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു നല്ല ദിവസമായിരുന്നു ഞങ്ങൾക്ക്. സയാം പാർക്ക് ഒരു സാധാരണ വാട്ടർ പാർക്കല്ല.
ഇത് ഒരു പൂർണ്ണമായ അഡ്വഞ്ചർ അനുഭവം തന്നെയായിരുന്നു. വലിയ സ്ലൈഡുകളും വേവ് പൂളും ഫാമിലിക്ക് അനുയോജ്യമായ റൈഡുകളും എല്ലാം ചേർന്ന് ഒരു മറക്കാനാവാത്ത ദിവസം തന്നെയായിരുന്നു സിയാം പാർക്ക് നമുക്ക് നൽകിയത്. കുട്ടികളോടും കുടുംബത്തോടും കൂടെ വരാൻ പറ്റിയ വളരെ സുരക്ഷിതവും ക്ലീനായ പാർക്കും കൂടിയാണ് സിയാം പാർക്ക്. ടെനറിഫ് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് സിയാം പാർക്ക് നിർബന്ധമായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരു ദിവസം മുഴുവൻ എനർജിയോടും സന്തോഷത്തോടു കൂടി ഫാമിലിയായിട്ട് ചെലവഴിക്കാനുള്ള ഒരു പെർഫെക്റ്റ് സ്പോട്ട് കൂടിയാണ് സിയാം പാർക്ക്. അങ്ങനെ സിയാം പാർക്ക് വിസിറ്റൊക്കെ കഴിഞ്ഞ് അന്നേ ദിവസം ഈവനിങ് നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റിലോട്ട് പോയി. അവിടുത്തെ ഒരു വൈബാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വോക്കിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും മനോഹരമായ ഒരു സൺസെറ്റ്. ആഹാ, എന്താ അല്ലേ! ഇന്നത്തെ ഈവനിങ് ഞങ്ങൾ അടിപൊളിയായി എൻജോയ് ചെയ്തു. ഇന്ന് നമ്മൾ പോകുന്നത് ടെനറിഫിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പാർക്കായ ലോറോ പാർക്കിലോട്ടാണ്. ലോറോ എന്ന് വെച്ചാൽ സ്പാനിഷിൽ പാരറ്റ് എന്നാണ് അർത്ഥമാകുന്നത്. അങ്ങനെയാണ് ലോറോ പാർക്ക് എന്ന പേര് വന്നത്. 1972 ആരംഭിച്ച ഈ പാർക്ക് ആദ്യം ഒരു പാരറ്റ് പാർക്കായിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. പക്ഷേ ഇന്ന് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച അനിമൽ പാർക്സിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോൾഫിൻസ്, സീ ലയൺസ്, പെൻഗ്വിൻസ്, ഗൊറില്ലാസ്, ടൈഗേഴ്സ്, ഷാർക്സ് തുടങ്ങിയ നിരവധി ജീവികളെ വളരെ അടുത്ത് തന്നെ കാണാൻ കഴിയും. ഇവിടെ പെൻഗ്വിൻ പ്ലാനറ്റ് എന്ന സ്പെഷ്യൽ ഏരിയയിൽ സ്നോ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാൽ പെൻഗ്വിൻസ് നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെ ജീവിക്കുന്നു. ഇവിടെ കയറുന്ന നിമിഷം തന്നെ നമ്മൾ അന്റാർട്ടിക്കയിൽ എത്തിച്ചേർന്ന് ഫീൽ ചെയ്യും. ചുറ്റും മുഴുവൻ മഞ്ഞും തണുത്ത കാലാവസ്ഥയും മുകളിൽ നിന്ന് പതിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്നോയും എല്ലാം നിസ്സാരമായ ഒറിജിനൽ അനുഭവം തന്നെയാണ് നൽകുന്നത്. ഇവിടെ പ്രധാനമായും കിങ് പെൻഗ്വിൻ, ജെൻറ്റോ പെൻഗ്വിൻ, റോക്ക് ഹൂപ്പർ എന്നീ വിവിധതരം പെൻഗ്വിൻസിനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്ത് ടെനറിഫിലെ ചൂട് കാലാവസ്ഥ, പക്ഷേ ഇവിടെ പൂർണ്ണമായും മഞ്ഞും തണുപ്പും. പെൻഗ്വിനുകൾ വെള്ളത്തിൽ നീന്തുന്ന കാണുമ്പോൾ കണ്ണു മാറ്റാനേ തോന്നില്ല. കുട്ടികൾക്ക് ഇതൊരു ചെറിയ അന്റാർട്ടിക്ക യാത്ര പോലെ തന്നെ അനുഭവപ്പെടും.
നമ്മളെല്ലാവരും എക്സൈറ്റ്മെൻറ്റോടുകൂടി കാത്തിരുന്ന ഓർക്ക ഷോ കടന്നു വരികയാണ് ഗൈസ്. ഇതാണ് ഓർക്ക സ്റ്റേഡിയം. ഓർക്ക ഓഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ 22.5 മില്യൺ ലിറ്റർ വെള്ളമാണ് ഈ അക്വേറിയത്തിൽ നിറച്ചിരിക്കുന്നത്. ലോറോ പാർക്കിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഓർക്ക ഷോ. ഇവിടെ കില്ലർ വെയിൽസ് എന്നറിയപ്പെടുന്ന ഓർക്കാസ് അവരുടെ ട്രെയിനേഴ്സിന്റെ ഒപ്പം അതിശയകരമായി നടത്തുന്ന പ്രകടനങ്ങളാണ്. സ്റ്റേഡിയം മാതൃകയിൽ ഒരുക്കിയിരിക്കുന്ന സീറ്റിംഗ് ഏരിയയിൽ നിന്ന് എല്ലാവർക്കും വ്യക്തമായി ഷോ കാണാൻ കഴിയും. മുൻനിരയിൽ ഇരിക്കുന്നവർക്കാവട്ടെ ഓർക്കകളുടെ വലിയ വാട്ടർ സ്പ്ലാഷ് നേരിട്ട് അനുഭവിക്കാനും സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻനിരയിൽ സീറ്റും ഉറപ്പിച്ചിരുന്നു. ഓർക്കകൾ വെള്ളത്തിലേക്ക് ശക്തിയായി ചാടുമ്പോൾ വലിയ സ്പ്ലാഷ് നേരിട്ട് ഞങ്ങളിലേക്ക് വന്നു. ആദ്യത്തേത് വലിയൊരു ഞെട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ അതൊരു സൂപ്പർ ഫൺ മൊമെൻ്റായി പിന്നീട് മാറി. പിന്നീട് ഓരോ സ്പ്ലാഷിനും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ഇവയുടെ പവറും സ്പീഡും അടുത്ത് നിന്ന് കാണുമ്പോൾ അത്ഭുതം തോന്നും. ഓരോ ജമ്പും സിങ്ക്രണൈസ്ഡ് മൂവ്മെൻറ്റ്സും ലൈവായി മുന്നിൽ കണ്ടത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മുഴുവൻ ട്രിപ്പിലെയും ഏറ്റവും മറക്കാനാവാത്തൊരു മൊമെൻ്റ് തന്നെയായിരുന്നു ഓർക്ക ഷോ. പിന്നീട് നമ്മൾ നേരെ പോയത് ഡോൾഫിൻ ഷോ കാണാനായിരുന്നു. അങ്ങനെ അവിടെ പോയി സ്ഥലമൊക്കെ പിടിച്ച് എല്ലാവരും ഇരുന്നു. ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. ഈ ഷോയുടെ തുടക്കം ചെറിയൊരു പാരറ്റ് പരേഡ് വച്ചിട്ടായിരുന്നു. വിവിധ നിറങ്ങളിലുള്ള പാരറ്റ്സ് സ്റ്റേജിലേക്ക് എത്തി അതിശയകരമായ പ്രകടനങ്ങൾ നടത്തി. ഉയരത്തിൽ പറന്ന് വീണ്ടും ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ ലാൻഡ് ചെയ്യുന്ന ചെറിയ ചെറിയ ട്രിക്സൊക്കെ കാണിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളായിരുന്നു. അങ്ങനെ ഷോ തുടങ്ങിയപ്പോൾ ട്രെയിനർമാർ ഡോൾഫിനുകളെ പരിചയപ്പെടുത്തുന്നു. അവയുടെ ബുദ്ധിയും ട്രെയിനിങ്ങും കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. ഉയർന്ന ജമ്പുകൾ, വെള്ളത്തിൻ്റെ വേഗത്തിൽ തിരിഞ്ഞ് ചാടൽ, ട്രെയിനറോടൊപ്പം സിങ്കായി ഉള്ള നീന്തൽ, ഓരോ പെർഫോമൻസും വലിയ കയ്യടി തന്നെ നേടി.
ലോറോ പാർക്ക് എന്ന മനോഹരമായ ലോകത്ത് ചിലവഴിച്ച ഒരു മറക്കാനാവാത്ത ദിവസം. പക്ഷികളുടെ വർണ്ണാഭമായ ലോകം, പെൻഗ്വിൻ പ്ലാനറ്റിലെ തണുത്ത അനുഭവം, ഓർക്ക ഷോയുടെ ആവേശം എല്ലാം ചേർന്നപ്പോൾ ഇത് ഒരു സാധാരണ പാർക്ക് സന്ദർശനം മാത്രമായില്ല, ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരുന്നു. കുടുംബത്തോടൊപ്പം വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആയിരുന്നു. കുട്ടികളും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പ്രകൃതിയെയും വന്യജീവികളെയും അടുത്തുനിന്ന് കാണാൻ അവസരം നൽകുന്ന ഒരനുഭവം അതായിരുന്നു ലോറോ പാർക്ക്. ടെനറിഫിൽ വരുമ്പോൾ ഈ സ്ഥലം ആരും മിസ് ചെയ്യരുത് എന്ന് ഞാൻ ഉറപ്പായും പറയാം. Loro Park, the Animal Embassy. അങ്ങനെ 4 ദിവസത്തെ നമ്മുടെ സ്പെഷ്യൽ ടെനറിഫ് യാത്ര ഇന്നോടെ അവസാനിക്കുന്നു. സ്പെയിനിലെ ഈ മനോഹരമായ ദ്വീപ് ഞങ്ങൾക്ക് നൽകിയ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാകില്ല. 4 ദിവസം എങ്ങനെ പോയെന്ന് പോലും അറിയാതെ സമയം പറന്നുപോയി. ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്തിയെങ്കിലും നേരിട്ട് ഇവിടെ എത്തിക്കാണുന്ന ഫീൽ ഒന്ന് വേറെ തന്നെയാണ്. ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you so much, Tenerife, for all the good memories, and I hope you guys enjoyed this video and subscribe.